രംഭ, നീ ഇവിടെ എന്ത് ചെയ്യാ രംഭ? അത് മണികണ്ഠനെ ഒന്ന് കാണാൻ അതിന് ആർക്കും അനുവാദം ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാ? കബനി, നീ ഒന്ന് വന്നേ. സത്യം പറ രംഭ, ആരുടെ അനുവാദം ഇല്ലാതെ നീ ICUലേക്ക് കയറിയത് എന്തിനാ? ഇതിൽ ഒരുപാട് സംശയിക്കൊന്നും വേണ്ട. എനിക്ക് സത്യം അറിയണമായിരുന്നു, മണികണ്ഠന്റെ നാവിന്ന് തന്നെ. എന്ത് സത്യം? മണികണ്ഠൻ ഋഷിയുടെ പേര് പറഞ്ഞോന്ന്. പേര് പറഞ്ഞത് പോലീസുകാർ വരെ കേട്ടതല്ലേ? അതെ, പക്ഷേ അത് നിങ്ങൾ പറയിച്ചതല്ലാന്ന് എന്താ ഉറപ്പ്? രംഭ, നീ ഇപ്പോ എന്റെ മുമ്പിൽ തെളിയിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ ഋഷി സാറിന്റെ ശത്രുവും നീ മിത്രമാണെന്ന്. ഒറ്റ ദിവസം കൊണ്ട് ഇന്ദ്രപുരിയുടെ പ്രിയപ്പെട്ട പുത്രിയാവാൻ. അതിനൊന്നും എനിക്ക് ഒരു എതിരഭിപ്രായവും ഇല്ല. പക്ഷേ ആ വേഷം കെട്ടലുകളെ അവിടെ. മണികണ്ഠനെ ഇവിടെ ശാന്തമായിട്ട് കിടന്നോട്ടെ. നീ ചെല്ല്. രംഭ, നിന്നോട് അല്പം അടുത്ത് പെരുമാറിയതിന്റെ പേരിൽ ഞാൻ ഒരുപാട് ചീത്ത കേട്ടിട്ടുണ്ട്. ഒരാളിൽ നിന്നല്ല, പലരിൽ നിന്ന്. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ സമാധാനിച്ചത് നിന്നെ നേർവഴിക്ക് നടത്താൻ എനിക്ക് സാധിക്കുമെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണെന്നാ. എന്നെ നേർവഴിക്ക് നടത്താൻ നീ ആരാടി?